ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് സ്വർണം വിറ്റെന്ന് പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷനിൽ ബാക്കി വന്ന 476 ഗ്രാം സ്വർണം വിറ്റത് വിപണി വിലയ്ക്കാണ്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ SIT വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിൽ വൻ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നത്. നേരത്തെയും ഗോവർദ്ധനെ SIT ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്, നിർണായക വിവരം, ഒരുപക്ഷെ ഈ സ്വർണ്ണ കവർച്ചയുടെ തുടക്കം തന്നെ ബാംഗ്ലൂരിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. ആ ഗൂഢാലോചനയൊക്കെ നടന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഗോവർദ്ധനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്? ഈ സ്വർണം നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. താൻ ഇത് വിറ്റ് അത് ഈ റിയൽ എസ്റ്റേറ്റിലടക്കം നിക്ഷേപിച്ചിരുന്നു എന്നൊരു മൊഴി നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നു. കാരണം ആ സ്വർണം പണമാക്കി മാറ്റിയിരുന്നു എന്നുള്ളതിന് ആ മൊഴി ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പറയുന്ന ബെല്ലാരിയിലെ റോഡാം ജുവൽസിന്റെ ഉടമയായിട്ടുള്ള ഗോവർദ്ധനെ അന്വേഷണ സംഘം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാൻ പോകുന്നത്. നേരത്തെ ബംഗളൂരുവിൽ എത്തിയ അന്വേഷണ സംഘം ഇയാളെ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുതിയ മൊഴി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ബംഗളൂരുവിലെത്തിയ അന്വേഷണ സംഘം വീണ്ടും ഗോവർദ്ധനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ ഗൂഢാലോചനകൾ ഒന്ന് നടക്കുന്നത് ബംഗളൂരുവിലാണ്. ഈ ബംഗളൂരുവിൽ നിരവധി, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളികളിൽ അത് ശബരിമലയിൽ സ്വർണ്ണവാതിൽ തിരിച്ചു വയ്ക്കുന്ന സമയത്ത് ശബരിമലയിൽ എത്തിയ ചില സ്പോൺസർമാരെന്ന് പറഞ്ഞെത്തിയ ആളുകളുണ്ട്. അതിൽ ഒരാളാണ് ഈ ഗോവർദ്ധൻ, ഒരാൾ രമേശ് റാവു എന്ന് പറയുന്ന ഒരാൾ, മറ്റൊരാൾ ബംഗളൂരുവിലെ ഒരു മലയാളി, അതോടൊപ്പം തന്നെ മറ്റൊരു വ്യവസായിയുണ്ട്. ഇങ്ങനെ 3-4 വ്യവസായികൾ അടക്കമുള്ളവരാണ് ഈ സ്പോൺസർമാർ എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ സ്വർണ്ണവാതിൽ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശബരിമല എത്തിയത്. ഇവരിൽ പലർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇതിലൊരു വ്യവസായിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഒരു സമയത്ത് വലിയ ഗൂഢാലോചനയൊക്കെ നടന്നത്, ആദ്യഘട്ടത്തിൽ നടന്നത് എന്നുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് സ്വർണം വിറ്റെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പുറത്തുവരുന്നു. സ്മാർട്ട് ക്രിയേഷനിൽ ബാക്കി വന്ന 476 ഗ്രാം സ്വർണമാണ് വിപണി വിലയ്ക്ക് പോറ്റി വിറ്റത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ SIT ഉടൻ തന്നെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിൽ വൻ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, തുടരും. അങ്ങനെ ഈ പറയുന്ന സ്വർണം, അതായത് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ള ആളുകളുടെ വീട്ടിലും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിലെത്തിച്ചും ഈ തെളിവെടുപ്പ് നടക്കും. അതിനുശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ബാക്കി വന്ന 476 ഗ്രാം സ്വർണം വിറ്റതായി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി കൊടുത്ത ഗോവർദ്ധനെ വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്വർണം വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഈ അന്വേഷണത്തിന്റെ ഒരു നിർണായക ഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് അത് തൊണ്ടി മുതലാണ്. അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിന് അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിജയം കൂടിയാകും. അങ്ങനെ ആ സ്വർണം വീണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ ഗോവർദ്ധനെ കൂടി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഗോവർദ്ധന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നിർണായകമായ ഘട്ടം. അതിനുശേഷം ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറിയിൽ എത്തിച്ച തെളിവെടുപ്പുണ്ടാകും. പിന്നീട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആസ്ഥാനത്ത് എത്തിച്ച തെളിവെടുപ്പുണ്ടാകും. പിന്നീട് ഹൈദരാബാദിൽ എത്തിച്ചും തെളിവെടുപ്പ് നടക്കും. അങ്ങനെ 3 സംസ്ഥാനങ്ങളിൽ തെളിവെടുപ്പിന് ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇതിനൊപ്പം തന്നെ വളരെ നിർണായകമായ നടപടിക്രമങ്ങൾ കേരളത്തിലും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ സ്വർണം 476 ഗ്രാം സ്വർണം തിരിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ആ സ്വർണം കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ അതൊരു വലിയ വിജയം തന്നെയായിരിക്കും. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയും അതിന്റെ അടിസ്ഥാനത്തിലുമുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത് അന്വേഷണ സംഘം. അശ്വതി, പ്രജിത്ത്, ഈ തെളിവെടുപ്പിനോടൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സഹകരിക്കുന്നത്? അന്വേഷണം ശരിയായ ദിശയിലാണോ? ശരി, അങ്ങനെ ഒരു കാരണം നമുക്ക് ഈ ഘട്ടത്തിൽ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം അന്വേഷണത്തെ പറ്റി BJP അടക്കമുള്ള സംഘടനകൾ ഈ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഹൈന്ദവ സംഘടനകൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാരണം SITയുടെ അന്വേഷണം അത്ര ശരിയായ ദിശയിലേക്കല്ല എന്നുള്ളത് അവരുന്നയിക്കുന്നുണ്ട്. പക്ഷേ ഒരു വശത്ത് ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഓരോ 10 ദിവസം കൂടുന്തോറും കോടതിയെ ഈ വിശദാംശങ്ങൾ അറിയിക്കുകയും അതിന്റെ പുരോഗതി ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട സാഹചര്യവുമുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന് അത്തരമൊരു ബാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലല്ല, സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെ മുമ്പിലാണ് എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഒരു വശത്ത് ഈ രീതിയിലുള്ള ആരോപണങ്ങളും ഹൈന്ദവ സംഘടനകളും BJPയും ഒക്കെ ഉയർത്തുന്നതും കാണാതിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഈ അന്വേഷണത്തെ പറ്റി 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കും.
നിലനിൽക്കുന്നുണ്ട്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളൊന്നും SIT വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് വീണ്ടും കസ്റ്റഡിയിലെടുത്ത വിശദമായിട്ടുള്ള മൊഴിയെടുത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് ഒരു മൊഴി നൽകിയിരുന്നു. താൻ ഈ സ്വർണം പണമാക്കി മാറ്റിയെന്നും പിന്നീട് അത് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള, അതായത് വസ്തു കച്ചവടം അടക്കമുള്ള കാര്യങ്ങളിൽ നിക്ഷേപിച്ചിരുന്നു എന്നുള്ളതും. അതിന് പിന്നാലെയാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയും വസ്തു ഇടപാടടക്കം കോടികളുടെ വസ്തു ഇടപാടടക്കമുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും ആധാരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നടത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് സഹകരിച്ചു തുടങ്ങി എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് സഹകരിച്ചു തുടങ്ങി എന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ ആ മൊഴിയിലൂടെയും ആ നടപടിയിലൂടെയും മനസ്സിലാക്കേണ്ടിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഈ പരിശോധനകൾ നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കുകയും ചെയ്യാം. അശ്വതി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.